ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പം നിങ്ങളെല്ലാവരും പി എസ് സിയുടെ വിജ്ഞാപനം അതുപോലെ തന്നെ പി എസ് സിയുടെ കലണ്ടറൊക്കെ വെയിറ്റ് ചെയ്യുന്നവരാണ് അല്ലേ? അപ്പോൾ പലരും അതിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് RRBയുടെ നോട്ടിഫിക്കേഷൻ. RRB എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോയിൽ പറയാം. ഓക്കെ, അതായത് ഇന്ത്യൻ റെയിൽവേയുടെ മിനിസ്ട്രിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറിയിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വിജ്ഞാപനം 07/2024 ഇതാണ് ആ ഒരു വിജ്ഞാപനത്തിന്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് പലർക്കും ഡൗട്ട് ഉണ്ടാകും, എന്താണ് മിനിസ്ട്രിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി? ഇന്ത്യൻ റെയിൽവേനെ സംബന്ധിച്ച് ഗ്രൂപ്പ് സി തസ്തികയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നോൺ ഗസറ്റഡ് ആയിട്ടുള്ള പോസ്റ്റ്, മെയിൻ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് അതുപോലെ ക്ലറിക്കൽ പോസ്റ്റ്, അങ്ങനെ ഇന്ത്യൻ റെയിൽവേനെ സപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റുകളാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. മിനിസ്ട്രിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി എന്ന് പറഞ്ഞ വിഭാഗത്തിൽ വരുന്നത്. ഇപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അത് ഏതിലേക്കൊക്കെയാണ് എന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, അതിൽ ഏകദേശം 1036 ടോട്ടൽ ഒഴിവ് പറഞ്ഞിരിക്കുന്നത്. 1036 ഒഴിവുകളാണ് വിവിധ തസ്തികകളിലേക്ക് വന്നിരിക്കുന്നത്. അതിലെ 736 ഒഴിവ് എന്താണ്? ടീച്ചിങ് വേക്കൻസി ആണ്. അപ്പം അത് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നോക്കുക, 1036 ഒഴിവില് 736 എണ്ണം ടീച്ചിങ് വേക്കൻസി ആണ്. ഇനി നമുക്കത് നോക്കാം, ഏതൊക്കെയാണ് ഈ 1036 ഒഴിവുകൾ എന്നുള്ളത്. ആദ്യത്തേത് നോക്കുക, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് സബ്ജക്റ്റ്, അതായത് PG വേണം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏജ് വന്നിട്ട് 18 to 48, ഇവിടെ കറക്റ്റ് ആയിട്ട് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏജ് നോക്കേണ്ടത്. 187 ഒഴിവുകളാണുള്ളത് കേട്ടോ. PG ടീച്ചേഴ്സിന് 187 ഒഴിവുകളാണുള്ളത്. അടുത്തത് എന്താണ്? സയന്റിഫിക് സൂപ്പർവൈസർ ഉണ്ട്. ഇതിന്റെയൊക്കെ സാലറി സ്കെയിൽ നോക്കുക കേട്ടോ. നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നല്ല സാലറി സ്കെയിലുള്ള പോസ്റ്റുകളാണ്. അവിടെയും എന്താണ്? 18 to 38 ആണ്. 3 ഒഴിവാണ് ഉള്ളത്. ഇനി അടുത്തത് നോക്കുക, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് സബ്ജക്റ്റ്. അവിടെ എന്താണ്? ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ആണ് വേണ്ടത്. അവിടെ എത്ര ഒഴിവുണ്ട്? 338 ഒഴിവാണുള്ളത്. നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമ്മളിപ്പോൾ പലരും LP UP എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ കുറേ പേരൊക്കെ നിരാശയിലാണ് അല്ലേ? അതായത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ പോസ്റ്റുകളൊക്കെ നോക്കുക. ഒരുപാട് സാലറി സ്കെയിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് അല്ലേ, ഏറ്റവും വലിയൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. അതിലേക്കുള്ള ഒരു ടീച്ചിങ് പോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഒഴിവുകളൊന്നും നിങ്ങൾ അറിയാതെ പോകരുത്. ഓക്കെ, ഇനി അതുപോലെ ബാക്കിയുള്ളതും കൂടെ നോക്കാം. അടുത്തത് ചീഫ് ലോ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റ് ആണ്. അതും എത്രയാണ്? 54 വേക്കൻസി ഉണ്ട്. ഇനി അടുത്തൊരു പോസ്റ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ്. അത് 20 ഒഴിവാണുള്ളത്. ഇനി ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇംഗ്ലീഷ് മീഡിയം, അതും 18 ഒഴിവാണുള്ളത്. സയന്റിഫിക് അസിസ്റ്റന്റ് ട്രെയിനിങ് 2 ഒഴിവാണുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒഴിവുകൾ പോകുന്നത്. ഒന്ന് വേഗം നോക്കാം. ജൂനിയർ ട്രാൻസ്ലേറ്റർ ഹിന്ദിയാണ്, 130 വേക്കൻസി ഉണ്ട്. നോക്കുക, ടൈപ്പിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അടുത്തത് സീനിയർ പബ്ലിസിറ്റി ഇൻസ്പെക്ടർ 3 ഒഴിവുണ്ട്. അടുത്തത് സ്റ്റാഫ് ആൻഡ് വെൽഫെയർ ഇൻസ്പെക്ടർ 59 ഒഴിവുണ്ട്. ലൈബ്രറിയന് 10 ഒഴിവുണ്ട്. മ്യൂസിക് ടീച്ചർ ഫീമെയിൽ 3 ഒഴിവുണ്ട്. പ്രൈമറി റെയിൽവേ ടീച്ചർ ഓഫ് ഡിഫറെന്റ് സബ്ജക്റ്റ്, നോക്കുക, പ്രൈമറി റെയിൽവേ ടീച്ചർ ആണ്. അവിടെ എത്ര ഒഴിവാണുള്ളത്? 188 ഒഴിവുകളാണുള്ളത്. അടുത്തത് അസിസ്റ്റന്റ് ടീച്ചർ, ജൂനിയർ സ്കൂളിലേക്കുള്ള അസിസ്റ്റന്റ് ടീച്ചറിലേക്ക് 2 ഒഴിവുകളാണുള്ളത്. ഓക്കെ, ഇനി വരുന്നത് ലാബറട്ടറി അസിസ്റ്റന്റ്, സ്കൂളിലെ ലാബറട്ടറി അസിസ്റ്റന്റിലേക്ക് 7 ഒഴിവാണുള്ളത്. അടുത്തത് ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 3. ഓക്കെ, അവിടെ എത്ര ഒഴിവാണ് വരുന്നത്? 12 ഒഴിവുകളാണ് വരുന്നത്. ഇങ്ങനെ ടോട്ടൽ 1036 ഒഴിവുകളാണ് ഈ ഒരു പ്രസിദ്ധീകരണത്തിൽ ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ജനുവരി 7, അതായത് ജനുവരി 7 മുതൽ
ഇത് തന്നെയാണ് ഇതിന്റെ വിജ്ഞാപന നമ്പർ 07/2024. ജനുവരി 7 മുതൽ ഫെബ്രുവരി 6 വരെ നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടാകും ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് തുടങ്ങിയ കാര്യങ്ങൾ RRBയുടെ സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിൽ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ഇതിൽ പല ടീച്ചേഴ്സിന്റെ വേക്കൻസി പറഞ്ഞു അല്ലേ. പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് പറഞ്ഞു, അതുപോലെ തന്നെ എന്താണ് അണ്ടർ ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് പറഞ്ഞു, പിന്നെ എന്താണ് റെയിൽവേ പ്രീ സ്കൂൾ ടീച്ചേഴ്സ് പറഞ്ഞു, അതുപോലെ പല വിഭാഗത്തിലുള്ള ടീച്ചിങ് പോസ്റ്റുകൾ പറഞ്ഞു അല്ലേ. അപ്പം നമ്മൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ഭൂരിഭാഗം ഓഡിയൻസും ഇതുപോലെ ടീച്ചേഴ്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനൊക്കെ നമുക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ അറിയാതെ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഇവിടെ എന്ത് വേണം, CTET ക്വാളിഫൈ ചെയ്തിരിക്കണം അല്ലേ. നമ്മൾ എപ്പോഴും പറയുന്നതാണ് സൈനിക സ്കൂൾ, റെയിൽവേ ബോർഡ്, അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ CTET നിർബന്ധമാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് CTETന്റെ പ്രാധാന്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുമ്പം അല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ ഓൾറെഡി ഒരു CTET കഴിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഇനി അടുത്ത CTET എക്സാം ഏകദേശം മെയിൽ വിളിച്ച് ജൂൺ ജൂലൈയോടുകൂടെ അടുത്തൊരു എക്സാം നടക്കും. ഇതുപോലത്തെ പോസ്റ്റുകൾ ഇനിയും നോട്ടിഫിക്കേഷൻ വരും. അപ്പം നിങ്ങൾക്ക് എന്തായാലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു CTETന്റെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി വരുന്ന CTET എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം കേട്ടറ്റിനെ അപേക്ഷിച്ച് CTET എന്താണ് കുറച്ചുകൂടെ ടഫ് ആയിട്ടുള്ള എക്സാം ആണ്. അപ്പോൾ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വരുന്ന ടീച്ചിങ് വേക്കൻസീസിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ലോങ് ബാച്ചിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ട്, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, PDF നോട്ട്സ് ഉണ്ട്, വീക്ക്ലി എക്സാംസ് ഉണ്ട്, ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ആപ്പിലെ റെക്കോർഡഡ് ക്ലാസ് കൂടാതെ വീക്ക്ലി നമുക്ക് ലൈവ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെ പ്രത്യേകതകളാണ് നമ്മുടെ CTET ബാച്ചിനുള്ളത്. CTET പേപ്പർ 1 ഉണ്ട്, അതുപോലെ തന്നെ CTET പേപ്പർ 2 സയൻസും സോഷ്യലും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും അടുത്തൊരു CTETന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന ആഗ്രഹമുള്ളവർ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. കാരണം എന്താണ്, നമുക്ക് അത്യാവശ്യം ഡെപ്തിൽ തന്നെ CTETന് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു തുടങ്ങണമെന്ന് താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കോഴ്സിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയുമാണ് പറഞ്ഞു വന്നത്. RRBയുടെ വേക്കൻസിനെ പറ്റിയും അതിൻ്റെ നോട്ടിഫിക്കേഷനെ പറ്റിയും അതിൽ സ്പെഷ്യലായിട്ട് ടീച്ചേഴ്സിൻ്റെ വേക്കൻസിനെ പറ്റിയും ഓർക്കുക. 736ഓളം വേക്കൻസികളാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് നിങ്ങൾ ആരെങ്കിലും CTET ക്രാക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ നെക്സ്റ്റ് CTETന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനി CTET ക്രാക്ക് ചെയ്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജനുവരി 7 തൊട്ട് ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ താങ്ക് യു.